നമസ്കാരം. താമരശ്ശേരിയിൽ നടന്ന സംഭവം മുമ്പായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നാടിനെ നടുക്കിയ സംഭവം എന്ന് പറയാമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ നാട് ഓൾറെഡി നടുങ്ങിയിരിക്കുകയാണ്. 2025 തുടങ്ങിയ പിന്നെ നാട് നടുങ്ങി വിറയ്ക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം വാർത്തകളാണ് ഡെയിലി കേൾക്കുന്നത്. പേടിച്ച് വിറയ്ക്കേണ്ട അവസ്ഥയാണ്. അപ്പം ഈ വാർത്തകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഇപ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. സ്വന്തം സഹപാഠികളെ വിശ്വസിക്കാൻ പറ്റത്തില്ല, കൂടെ ജോലി ചെയ്യുന്നവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല, കാമുകനെയോ കാമുകിയോ വിശ്വസിക്കാൻ പറ്റത്തില്ല, നെയ്ബേഴ്സിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്തിനധികം പറയുന്നു, അച്ഛനെയോ അമ്മയെയോ മക്കളെയോ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ. സ്വന്തം നിഴലിനെ പോലും പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിലുള്ള ജനങ്ങൾക്ക്. ആരോടും ഒരു അക്ഷരം പോലും പറയാൻ പറ്റത്തില്ല. സ്വന്തം കാര്യം നോക്കി പോകാമോ അത്രയും നല്ലത്. മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടാനോ മറ്റൊരാളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാനോ ഒന്നും ആരും പോകരുത്. പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒന്നാന്തരം പണി കിട്ടും. മുമ്പാണെന്നുണ്ടെങ്കിൽ 2 ചീത്ത വിളി, അത്രയതിൽ ഒതുങ്ങുമായിരുന്നു. അങ്ങനെ ഒതുങ്ങുന്ന സംഭവങ്ങൾ ഇപ്പം വേറെ എക്സ്റ്റെൻഡിലേക്കൊക്കെ ആയിട്ട് പോയേക്കുന്നത്, വേറെ രീതിയിലേക്കൊക്കെയാണ് പോകുന്നത്, വേറെ തരത്തിലേക്കാണ് മാറുന്നത്. അപ്പം ഇവിടെ തന്നെ ഈ താമരശ്ശേരി സംഭവത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള 5 പ്രതികൾ, അവന്മാരെ കുട്ടികളെന്നോ വിദ്യാർത്ഥികളെന്നോ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല, പ്രതികളെന്ന് തന്നെ വിളിക്കാം. അവന്മാർക്ക് SSLC എക്സാം എഴുതാനുള്ള അനുമതി കൊടുത്തേക്കുകയാണ് നമ്മുടെ സർക്കാർ. എങ്ങനെയുണ്ട്? അടിപൊളി, നന്നായിട്ടുണ്ട്. അവന്മാർ SSLC എക്സാം എഴുതിയിട്ട് നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളാകാൻ പോവാണല്ലോ. അവന്മാർ എഴുതി കഴിയുമ്പോഴേക്കും നമ്മുടെ ഭാവി സുരക്ഷിതമാകും, നാടിൻ്റെ ഭാവി മൊത്തത്തിൽ സുരക്ഷിതമാകും. അത്തരത്തിലുള്ള ആൾക്കാരാണല്ലോ. ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഈ വാർത്തയുടെ അടിയിൽ വന്ന കമൻറ്റുകളൊക്കെ ഞാൻ നോക്കി. ഒരു കമന്റിൽ പോലും നല്ല ഡിസിഷനാണ് അതെന്ന് ആരും എഴുതിയിട്ടില്ല, ആരും എഴുതത്തില്ല. എല്ലാവരും ചോദിക്കുന്നത് എന്തിനു വേണ്ടി, എന്തിനവർക്ക് അങ്ങനെ ഒരു അനുമതി കൊടുത്തു, അവന്മാരെ കൊണ്ട് എന്തിനാണ് SSLC എക്സാം എഴുതിപ്പിക്കുന്നത്? എഴുതിപ്പിക്കാൻ പാടില്ലായിരുന്നു. അവന്മാർ 1 വർഷം പോട്ടെ, ഇനി ആദ്യം മുതൽ അവന്മാർ 10ാം ക്ലാസ് പഠിക്കട്ടെ. 10ാം ക്ലാസ് ആദ്യം മുതൽ പഠിച്ച് അവന്മാരുടെ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ 10ാം ക്ലാസ് എഴുതി പാസ്സായി പോകുമ്പോൾ അവന്മാർ പാസ്സാകാൻ പാടില്ല. അവന്മാർ ആദ്യം മുതൽ പഠിക്കട്ടെ, ആദ്യം മുതൽ പഠിച്ച് 1 വർഷം പോട്ടെ, ഒരു വിഷയമില്ല, അവന്മാരുടെയൊക്കെ 1 വർഷം പൊക്കോട്ടെ. അതായിരിക്കണം അവന്മാർക്ക് ആദ്യം കൊടുക്കേണ്ട ശിക്ഷ. പക്ഷെ ആ ശിക്ഷ അവന്മാർക്ക് കിട്ടിയില്ല. പിന്നെ എങ്ങനെ ഈ കുട്ടികൾ പഠിക്കും? നിങ്ങൾ പറ. അവന്മാർ ചെയ്തത് തെറ്റാണ് എന്ന ബോധ്യം അവന്മാർക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവന്മാർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടണം. ശിക്ഷ കിട്ടാതെ ഇവന്മാരെ എല്ലാ കാര്യത്തിനും ഇവന്മാർക്ക് അനുമതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്മാർ എങ്ങനെ പാഠം പഠിക്കും? ഇവന്മാരുടെ ഒപ്പം അതേ പ്രായത്തിൽ ഒപ്പം ഇരുന്ന് SSLC എക്സാം എഴുതി പാസ്സായി ഭാവിയിൽ +1 +2 ഒക്കെ അഡ്മിഷൻ എടുത്ത് നല്ല ജോലിയിലേക്കൊക്കെ പോകേണ്ട ഒരു കുട്ടി, അവനിനി ഡ്രീംസ് ഇല്ല, സ്വപ്നമില്ല, പ്രതീക്ഷയില്ല, ഒന്നുമില്ല. അവൻ്റെ എല്ലാം നഷ്ടപ്പെട്ട്, എല്ലാം അസ്തമിച്ചു. അവൻ്റെ വീട്ടുകാരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം അസ്തമിച്ചു. വീട്ടുകാർ ദുഃഖത്തിലാണ്, തീരാ നോവ്. ജീവിതകാലം മുഴുവൻ ആ അച്ഛനും അമ്മയ്ക്കും ഇനിയും തീരാ നോവാണ്. അങ്ങനെ ഒരു കാര്യം ഒരു വീടിന് സമ്മാനിച്ച് ഈ 5 എണ്ണത്തിന് എന്തിനാണ് നമ്മൾ സന്തോഷം കൊടുക്കുന്നത്? ഇവന്മാർ SSLC എക്സാം എഴുതിയിട്ട് നാളത്തെ ഭാവി കളക്ടർമാരും പോലീസുകാരും ആവാൻ പോവല്ലേ. ഇവന്മാരൊക്കെ കളക്ടർമാരും പോലീസുകാരും ഒക്കെ ആയിക്കഴിഞ്ഞാലത്തെ അവസ്ഥ, നമ്മുടെ നാടിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ സംഭവം കഴിഞ്ഞ് ഇതിലൊരുത്തൻ ഈ ഷഹബാസിൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരു വോയിസ് അയക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് സോപ്പിടാൻ വേണ്ടിയിട്ട് ഒരു വോയിസ് അയക്കുന്നുണ്ട്. ആ വോയിസ് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാം. ഷഹബാസ് എങ്കിൻ്റെ പറയടോ, ഫുള്ള് അലമ്പായിക്കുന്ന കേട്ട് എൻ്റെ സീൻ്റെതാ. നീ ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ? ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇനി ഒന്ന് ഒഴിവായിക്കൊണ്ടോ. എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഹലോ ഷഹബാസേ, എന്തേലുണ്ടേ പൊരുത്തപ്പെട്ട കേട്ടോ. ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചൊറക്ക് നിൽക്കില്ല. ഇനി പിന്നെയും ഈ ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞോ? ഇല്ലല്ലോ. ഈ മുകളിൽ അയച്ച മെസ്സേജ് ഒക്കെ ഞാൻ എന്നോട് നല്ലോണമല്ലേ പറഞ്ഞത്. പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും വന്നതാണ്. പിന്നെ ഒന്നേത്തെ പ്രശ്നം ഞങ്ങളാരും മനസ്സ് പോലും ഇങ്ങനെ കണ്ടല്ലേ വെക്കുക. എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ, പക്ഷെ പൊരുത്തപ്പെട്ട് കൊണ്ടിട്ടോ. എല്ലാം കഴിഞ്ഞ് അവൻ സോപ്പിടാൻ വേണ്ടിയിട്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് വോയിസ് ഇട്ടേക്കാണ് ഇൻസ്റ്റഗ്രാമിൽ, ഷഹബാസിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ. ഈ വോയിസ് കേൾക്കാൻ പക്ഷെ ഷഹബാസ് ഉണ്ടായിരുന്നില്ല. അതവർക്ക് അറിയാമായിരിക്കും. ഷഹബാസിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മൾ വായിച്ചതാണ്. ശക്തമായിട്ടുള്ള മുറിവായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത്രയും ശക്തമായിട്ട് ഇവന്മാർ നല്ലതുപോലെ കൊടുത്തിട്ടുണ്ടാകണം.
അതുപോലുള്ള ടൂൾസാണ് ഇവന്മാർ ഉപയോഗിച്ചത്, ഗുണ്ടകൾ ചെയ്യുന്നത് പോലെ. അവൻ്റെ സംസാരത്തിൽ അത് വ്യക്തമാണ്. നീ എന്തിനാ ചൊറിയാൻ വന്നേ, ചൊറിയാൻ വന്നതുകൊണ്ടല്ലേ ഞങ്ങൾ കയറി മാന്തിയത് എന്നുള്ള രീതിയിലാണ് അവൻ സംസാരിക്കുന്നത്. അതായത് തെറ്റ് അവന്മാരല്ല ചെയ്തത്, ഷഹബാസ് ആണ് തെറ്റ് ചെയ്തത്. ഷഹബാസ് തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഷഹബാസിന് ഇങ്ങനൊരു ശിക്ഷ കിട്ടിയത്. ആ രീതിയിലാണ് അവൻ്റെ ആ ഒരു മനോഭാവം പോയേക്കുന്നത്. ഇവന്മാർ തന്നെ പറയുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ ഷഹബാസിന് ഇങ്ങനൊരു അവസ്ഥ വന്നു എന്നറിഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇവന്മാർ തന്നെ പറയുന്നുണ്ട്, നമുക്ക് ശിക്ഷയൊന്നും കിട്ടില്ല, കൂട്ടം ചേർന്നുണ്ടായതാണ്. പക്ഷെ ആ നിയമമൊക്കെ മാറിയത് മക്കൾ അറിഞ്ഞില്ലല്ലേ. ഇപ്പൊ കൂട്ടം ചേർന്ന് ഇങ്ങനെ സംഭവിച്ചാൽ പോലും അതിന് ശിക്ഷയുണ്ട്. പക്ഷെ ഇവന്മാർക്ക് എന്തുകൊണ്ട് ശിക്ഷ കൊടുക്കുന്നില്ല? അവന്മാർക്കറിയാം ശിക്ഷ കിട്ടില്ലെന്ന്. പക്ഷെ ആ പ്രതീക്ഷ അസ്തമിക്കണം. അവന്മാർക്ക് ശിക്ഷ കിട്ടണം. അവന്മാർക്ക് ശിക്ഷ കിട്ടിയെങ്കിൽ മാത്രമേ നാളെ ഈ 15 വയസ്സുള്ള 16 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ഈ രീതിയിലുള്ള പരിപാടി കാണിക്കുന്ന പിള്ളേർ, ആ പിള്ളേർക്ക് മനസ്സിൽ വരണം, ഇങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശിക്ഷ കിട്ടും, അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനത്തെ പരിപാടി കാണിക്കാൻ പാടില്ല, ഞങ്ങൾ കുട്ടികളാണ്, കുട്ടികളായതുകൊണ്ട് തന്നെ കുട്ടികളെ പോലെ പെരുമാറണം എന്ന് അവരുടെ ഉള്ളിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ 5 എണ്ണത്തിന് തക്കതായ ശിക്ഷ കിട്ടണം. അവന്മാരുടെ വർഷങ്ങൾ പോട്ടെ, അവർ SSLC എഴുതണ്ട, +2 എഴുതണ്ട, 2-3 വർഷം അകത്ത് പോയി കിടക്കണം. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചിറങ്ങി വന്നിട്ട് ആദ്യം മുതൽ അവന്മാർ പരിശ്രമിക്കട്ടെ. അതല്ലേ ശരിയായ രീതി. പക്ഷെ നമ്മുടെ നാട്ടിൽ ആ നിയമങ്ങളൊന്നുമില്ല. ഒരുത്തന് SSLC എക്സാം എഴുതാൻ ഇനി അവന് പറ്റത്തില്ല. ആ കുഞ്ഞിൻ്റെ പ്രതീക്ഷയെല്ലാം തീർന്നു. വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന ചെറുക്കനാണ്, വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന പയ്യനാണ്. അവൻ SSLC എക്സാം ഒക്കെ എഴുതി അവന് നല്ല മാർക്കൊക്കെ കിട്ടുമല്ലോ, അത് കഴിഞ്ഞ് നല്ല ഒരു സ്കൂളിൽ +1 +2 അഡ്മിഷൻ എടുത്ത് പിന്നെ നല്ലൊരു കോളേജിൽ പോയി ജോലി വാങ്ങിച്ച് വീടിൻ്റെ കഷ്ടപ്പാട് തീർക്കുമല്ലോ എന്ന് വീട്ടുകാർ പ്രതീക്ഷിച്ചിരുന്ന ഒരു കുഞ്ഞ്. അവനിനി SSLC എക്സാമും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഒരുത്തൻ്റെ SSLC എക്സാമിൻ്റെ അവസരം ഇല്ലാതെ ആക്കിയവന്മാർക്ക് SSLC എക്സാം എഴുതാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് സർക്കാർ ചെലവിൽ. വളരെ മോശമായിട്ടുള്ള തീരുമാനമാണ്. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തീരുമാനങ്ങളാണ്. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശിക്ഷയില്ല, പേടിയില്ല. പേടി വരണമെന്നുണ്ടെങ്കിൽ ശിക്ഷ കിട്ടണം. പോലീസിനെ പേടിക്കണം, നിയമത്തെ പേടിക്കണം, സർക്കാരിനെ പേടിക്കണം. ഇതിനെ ഒന്നും പേടിയില്ലെന്നുണ്ടെങ്കിൽ ജനങ്ങൾ എങ്ങനെ നന്നാവും? ആ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്താം. കുറേ വസ്തുക്കളുടെ ഉപയോഗമുണ്ട്. സ്കൂൾ കുട്ടികളുടെ ഇടയിലും ഇപ്പം അത്തരം വസ്തുക്കളുടെ, സിന്തറ്റിക് ആയിട്ടുള്ള വസ്തുക്കളുടെയൊക്കെ ഉപയോഗമുണ്ട്. അതൊക്കെ, അത് നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷെ പേടിയില്ലാതെ ആയിക്കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് പേടിയില്ലാതെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ക്രമസമാധാനം ഇല്ലാതെയാകും. ജനങ്ങളുടെ പേടി എന്ന് പറയുന്നത് അത് വളരെ അത്യാവശ്യമാണ്. കാരണം മനുഷ്യർക്ക് ഒരു സഹജമായ ഒരു സ്വഭാവം ഉണ്ടല്ലോ. മനുഷ്യന്മാരെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ മനുഷ്യന്മാർ വലിയ രീതിയിലുള്ള സ്വഭാവമൊക്കെ കാണിക്കും. അപ്പം മനുഷ്യന്മാരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്, മനുഷ്യന്മാരുടെ ഈ ഉള്ളിലുള്ള കുറേ ത്വരകളുണ്ടല്ലോ, കുറേ നെഗറ്റീവായിട്ടുള്ള ത്വരകൾ, അതൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നിയമവും പോലീസും ഒക്കെ ഉള്ളത് ഈ നാട്ടിൽ. പണ്ട് കാലം മുതലേ അങ്ങനെയായിരുന്നു. രാജാക്കന്മാരുടെ കാലം മുതലേ അങ്ങനെയായിരുന്നു. ശിക്ഷ കിട്ടുമായിരുന്നു. അപ്പോൾ ആ ശിക്ഷ കിട്ടത്തില്ല. സർക്കാർ വെറുതെയാണ്, പോലീസുകാർ വെറുതെയാണ്, ഇതൊക്കെ വെറും നോക്കുകുത്തികളാണ് എന്നുള്ളൊരു ഐഡിയ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടത്തും. ആരെ വേണമെങ്കിലും എന്തും ചെയ്യാം, ഒരു കുഴപ്പവും ഇല്ല, സുഖമായിട്ട് വെളിയിലിറങ്ങി നടക്കാം എന്നുള്ളൊരു ഇമേജാണ് ഇപ്പോൾ ആൾക്കാരുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ കുറ്റകൃത്യങ്ങൾ കൂടുതലായിട്ടും ആവർത്തിക്കുന്നത്. രണ്ടാമതായിട്ട്, കുട്ടികളുടെ ഇടയിൽ പോലുമുള്ള ചില വസ്തുക്കളുടെ ഉപയോഗം. ആ വസ്തുക്കളുടെ ഉപയോഗം തടയാനോ അതിൻ്റെ വിൽപ്പന തടയാനോ നമ്മുടെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലത്തു നിന്നൊക്കെ ഓരോന്നൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ വെറുതെയാണ്, നിങ്ങൾ മനസ്സിലാക്കിക്കോ. പിടിച്ചെടുക്കുന്നതൊന്നും വമ്പൻ ആൾക്കാരുടെ കയ്യിൽ നിന്നല്ല, ചെറുകിട ആൾക്കാരുടെ കയ്യിൽ നിന്നാണ്. വൻകിട ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ പിടിച്ചെടുക്കണം, എങ്കിലേ നമുക്കിതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരു കാര്യവും ഇല്ലാതെ, ഒരു ഗുണവും ഇല്ലാതെ, ഒരു മണവും ഇല്ലാത്ത കുറേ സർക്കാരും കുറേ പോലീസുകാരും കുറേ നിയമവും, കഷ്ടം തന്നെ.